السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى فجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. ബഹുമാനാദരണീയ ഉസ്താദുമാരെ, സ്നേഹിതരായ സുഹൃത്തുക്കളെ, സമത്വവും സഹോദര്യവും ഇസ്ലാമിന്റെ മുഖമുദ്ര എന്ന വളരെ പ്രശസ്തമായ വിഷയത്തിൽ നിങ്ങളുമായി സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടാവ് അനുഗ്രഹിക്കട്ടെ, ആമീൻ. മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും പേരിൽ നിരന്തരമായി അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാലഘട്ടത്തെ പോസ്റ്റ് ട്രൂത്ത് ചൊല്ലിക്കും, അതായത് നുണകളെ സ്വീകരിക്കുകയും സത്യത്തെ തൃണവൽക്കരിക്കുകയും ചെയ്യുന്ന വളരെ കാലുഷ്യം നിരുന്ന കാലത്ത് നമ്മൾ പ്രയാണം. 67,000 മനുഷ്യരെ, അതിൽ 20,000-ഓളം വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ യാതൊരു ദാക്ഷ്യവും ഇല്ലാതെ കൊന്നൊടുക്കിയിട്ട് വീരവാദം ഉയക്കുന്ന ഒരു പുതിയ യുഗത്തിലാണ് നമ്മുടെ പ്രയാണം. ഫലസ്തീനിൽ നിന്നുയരുന്ന ദീനരോധനങ്ങളാൽ മുഖരിതമാണ് നമ്മുടെ കർണപ്പെടുങ്ങൾ. ഒരു ഭാഗത്ത് ഫലസ്തീൻ എരിഞ്ഞമരുമ്പോൾ മറുഭാഗത്ത് സുഡാൻ. രണ്ടുപേരുടെയും ഇടയിലുള്ള ക്രൂരമായ സംഘടനം തുടരുമ്പോൾ അവിടെയും പിടിഞ്ഞു വീണ പിഞ്ചു മക്കളും പാവപ്പെട്ട നിരാലംബരായ മനുഷ്യന്മാരുമാണ്. ഇവിടെയാണ് സമത്വത്തിന്റെ, നീതിയുടെ, ധർമ്മബോധത്തിന്റെ സുന്ദരമായ ചിത്രങ്ങൾ നമ്മളിൽ നന്യമായിക്കൊണ്ടിരിക്കുന്നത്. രക്തത്തുള്ളികളാൽ പങ്കില്ലമായ ഈ ലോകത്ത് സമത്വത്തെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രശസ്തമായ ചിന്തയാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഫജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു. നിങ്ങളെ നാം ഈ ലോകത്ത് ഗോത്രങ്ങളാക്കിയത്, വർഗ്ഗങ്ങളാക്കിയത് നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ആദ്യാർത്ഥം എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നാണ്. ഇതിനോട് ചേർത്ത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും മാന്യങ്ങളിൽ സൂക്ഷ്മതയുള്ളവരാണ്. പ്രപഞ്ച സൃഷ്ടാവിന് മുന്നിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്. അവർ പദവി സ്വീകരിക്കുന്നത് അവരുടെ സൂക്ഷ്മതയ്ക്കനുസരിച്ചാണ്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് അൽ മുസ്ലിം അഖുൽ മുസ്ലിം. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ സഹോദരനാണ്. സഹോദരൻ വാചകത്തിന്റെ അർത്ഥം കാണിക്കുന്നത് സഹോദരൻ എന്നാണ്. ഒരേ വയറിൽ പിറന്നവർ എന്ന് കൂടെ ജീവിക്കുന്നവരെ വിശേഷിപ്പിക്കുന്ന വളരെ സുന്ദരമായ ആശയമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര. ആ തരത്തിലേക്ക് കൂടെ ജീവിക്കുന്നവരെ പരിഗണിക്കുകയും ചേർത്ത് നിർത്തുകയും അവനാവശ്യമായ കാര്യങ്ങളെ നടപ്പിലാക്കി കൊടുക്കാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും വലിയ ക്രൂരതയുടെ മുന്നിലും ഫലസ്തീനുകൾ ചിരിച്ചുകൊണ്ട് മനുഷ്യത്വം പറയുന്നത്. ലോകത്തിന്റെ അഷ്ടദിക്കുള്ളിൽ പ്രവഹിക്കുന്ന ഇസ്ലാമോഫ്ലോബിക് ആശയങ്ങൾക്ക് പിന്തുണ പകർന്നതിലേക്ക് എല്ലാ മാധ്യമങ്ങളുടെയും മുഖ്യധാര പത്രങ്ങളുടെയും ചിന്താഗതിമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെയാണ് നന്മയുടെ എല്ലാവറ്റമായി നമ്മൾ മാറേണ്ടത്. വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ആശയധാരയെ ഉൾക്കൊണ്ടുകൊണ്ടും വിശുദ്ധ ഇസ്ലാം നമ്മളിലേക്ക് നൽകിയിട്ടുള്ള ഉന്നതമായ സംസ്കാരത്തെ സ്വീകരിച്ചുകൊണ്ടും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. ആ രീതിയിലേക്ക് നമ്മുടെ സ്വഭാവങ്ങളും അനുഭവങ്ങളും മാറ്റിയെടുക്കുമ്പോഴാണ് ഒരു യാഥാർത്ഥ്യ ജീവിതം നമുക്ക് സാധ്യമാകുന്നത്. എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന, അതിന് പുറമെ എല്ലാവരും സ്നേഹിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സ്വഭാവത്തെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പരസ്പര സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹോദരത്തിന്റെയും സുന്ദരമായ മാതൃകയാണ് 63 കാലം കൊണ്ട് വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് വരുത്തുന്നത്. മക്ക വിജയ ദിവസം ഏറ്റവും പ്രൗഢ ഗംഭീരമായി മക്കയുടെ വിരിമാറിൽ വെച്ച് കഅബാലയത്തിന്റെ മുകളിൽ കയറി വിജയത്തിന്റെ ബാങ്ക് തുറമുകയാൻ പ്രവാചകൻ നിയോഗിച്ചത് കറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത് പിടിച്ച് സയ്യിദുനാ ബിലാൽ എന്ന് വിളിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തണമെന്നാണ്. അമേരിക്കയുടെ വംശീയാധിക്ഷേപത്തിന്റെ ദാരുണമായ ചിത്രങ്ങൾ നമ്മൾ നിരന്തരമായി കാണുകയാണ്. കാൽമുട്ടിലേക്ക് ഓർത്തവർഗക്കാരനെ കയ്യെത്തിനിടിച്ചു കൊല്ലുന്ന പോലീസുകാർ ചിത്രം നമ്മുടെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. വർണ്ണം കറുത്തരാൻ കൊണ്ട് മാറ്റിയെടുത്തപ്പെടുന്ന തലമുറയാണ് നമ്മളേക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാം രാഷ്ട്രം പ്രസിദ്ധമാക്കുന്നത്. പ്രവാചകൻ തങ്ങളെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ ലോക മുസ്ലിങ്ങളോട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്യേണ്ടതും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പുതിയ കാലത്ത് നന്മയുടെ വാക്താക്കളായി മാറാനും സുഗന്ധങ്ങളുടെ പ്രയോക്താക്കളായി മാറാനും പ്രപഞ്ച സൃഷ്ടാവ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.